USDT BEP20 അയക്കുമ്പോൾ ഫീസ് കുറവാണ്. TRX അയക്കുമ്പോൾ ഭയങ്കര ഫീസാണ്. ഓക്കെ, ഏകദേശം $5-6 വരും. അത് എങ്ങനെ ഫീസ് കുറയ്ക്കാമെന്ന ടെക്നിക്ക് ഉണ്ട്. ഓക്കെ, അത് കുറേ പേർക്ക് അറിയാൻ തോന്നുന്നു. ഇത് കുറേ പ്രാവശ്യം ചെയ്യണോ വേണ്ടെന്ന് വിചാരിച്ചു വെച്ചിട്ട് ഇത് ഭയങ്കര റിസ്ക്കും ഉണ്ട്. കൂട്ടുകാരൻ്റെ $1600 പോയി, ഒരുത്തൻ്റെ $750 പോയി, പിന്നെ കണ്ടമാനം പേരെ കുറേ ഡോളർ പോയിട്ടുണ്ട്. ഓക്കെ, അതെങ്ങനെ പോകും, എന്ത് പോകും, എങ്ങനെ പോകാണ്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ ഞങ്ങൾ കുറേ നാളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇത് എല്ലാവർക്കും അറിയിക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ ശ്രദ്ധിച്ച് ചെയ്യണം, അല്ലെങ്കിൽ മണ്ടത്തരം പറ്റും, ക്യാഷ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ഈ വീഡിയോ വെച്ച് നിർത്തിക്കോ. ഓക്കെ, അങ്ങനെ റിസ്ക് ഉണ്ട്, നല്ല കണ്ടമാനം പെട്ടെന്ന് ക്യാഷ് പോകും. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. അതായത് ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ ഇതാണ്, ഒരാൾ TRXൻ്റെ അഡ്രസ്സ് അയക്കുന്നത്. അപ്പോൾ നമ്മൾ നോർമലി TRX കോപ്പി ചെയ്തിട്ട് സെൻഡ് ചെയ്യാൻ നോക്കുമ്പോൾ എത്ര ഫീസ് വന്നത് ഞാൻ കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ഫീസ് വന്നത് ഇപ്പോൾ നമ്മൾ ഈ അഡ്രസ്സ് ഇത് ചെയ്യുന്നു. ഓക്കെ, പിന്നെ ഇപ്പോൾ മാക്സ് നിൽക്കാമെന്ന് വിചാരിച്ചു. മാക്സ് നെക്സ്റ്റ് നിൽക്കി കഴിഞ്ഞാൽ ഫീസ് ഏകദേശം $4 500 ഏകദേശം $400-500. ഓക്കെ, അതാണല്ലോ. ഇനി നമുക്ക് ആ ഫീസ് കുറയ്ക്കുന്ന ടെക്നിക്ക് ഒന്ന് നോക്കാം. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ടെക്നിക്ക് എന്ന് വെച്ചാൽ ഒരു അഡ്രസ്സ് നമുക്ക് തരും. ഓക്കെ, ഓൾറെഡി ഒരു അഡ്രസ്സ് തന്നിട്ടുണ്ട്. ആ അഡ്രസ്സ് ആരെയാണ്, എന്തിനുണ്ട്, ഏത് കമ്പനി ഒന്നും അറിയാൻ പാടില്ല. ഓക്കെ, അതൊരു അഡ്രസ്സാണ്. അതിൻ്റെ ഫുള്ളി ബാക്കിയുള്ള നമുക്ക് നോക്കാം. ആ അഡ്രസ്സിലേക്ക് നമ്മൾ ആദ്യം 0.04 ഉണ്ടോ, 0.04 ട്രോൺ അയക്കും. അത് അറിയാണ്ട് 4 ട്രോൺ ആയി പോയത്, അപ്പോൾ അത്രയും ക്യാഷ് നഷ്ടപ്പെടും. എന്നിട്ട് ആ അഡ്രസ്സ് എപ്പോഴും കോപ്പി പേസ്റ്റ് ചെയ്യരുത്. ആൾക്കാർ ചെയ്യാൻ മണ്ടത്തരം അതാണ്. അതപ്പോൾ ഓൾറെഡി സേവ് ചെയ്ത് വെക്കണം. അതെങ്ങനെ സേവ് ചെയ്ത് വെക്കണം, ഇങ്ങനെ ഡേഞ്ചർ ഡോണ്ട് സെൻഡ് എന്ന് പറഞ്ഞാൽ സേവ് ചെയ്ത് വെക്കണം. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ അറിയാണ്ട് അബദ്ധത്തിൽ അതിലേക്ക് തന്നെ ക്യാഷ് അയച്ചു. ആ അഡ്രസ്സ് അങ്ങനെ നിൽക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ അഡ്രസ്സിലേക്ക് അപ്പോൾ നമുക്ക് ഏകദേശം 13 സെൻറ്റ് പോയി. 13 സെൻറ്റ് നമുക്ക് നഷ്ടം വരും. ഓക്കെ, മൊത്തത്തിൽ എത്ര പോകുന്നു നോക്കാം. അപ്പോൾ അല്ലാണ്ട് നമ്മൾ 4 ഇട്ട് പോയാൽ 0.4 ഇടണം. ഓക്കെ, 4 ഇട്ട് പോയാൽ അവിടെ നമുക്ക് എത്ര $1.5 നഷ്ടപ്പെടും ഏകദേശമാണ്. അപ്പോൾ അത് നോക്കണം. എന്നിട്ട് എന്ത് ചെയ്യും, അതിലേക്ക് നമ്മൾ ക്യാഷ് ഇതായിരിക്കും. ഇത് ആരെന്ന് പറയാൻ പാടില്ല, ഇവരിങ്ങനെ ചാർജ് അല്ല എനർജി കിട്ടാൻ വേണ്ടി ഇങ്ങനെ ആക്കി വെച്ചേക്കണിരിക്കും. അതിലേക്ക് നമ്മൾ ഒരു എമൗണ്ട് അയക്കും. ഓക്കെ, അത്ര അയച്ചു. അത് കഴിഞ്ഞിട്ട് ഇത്രയും ടൈമിനുള്ളിൽ 1 2 3 4 5 മിനിറ്റ് അത്ര ടൈമിനുള്ളിൽ നമ്മുടെ അഡ്രസ്സിലേക്ക് നമ്മൾ ക്യാഷ് അയക്കണം. അപ്പോൾ നമുക്കിത് റിസീവ് ആവുള്ളൂ. അപ്പോൾ ഞാനിത് കോപ്പി ചെയ്ത്, ഇത് എൻ്റെ തന്നെ ബൈനാൻസിൻ്റെ ആണ്. ഞാനിത് കോപ്പി ചെയ്ത് ഞാനിത് ബാക്കിലേക്ക് വന്നു. ഇനി ശ്രദ്ധിക്കണം, കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് ആൾക്കാർക്ക് അബദ്ധം പറ്റുന്നത്. ആൾക്കാർ വേണ്ടാതെ കോപ്പി ചെയ്യാൻ മറക്കും. ഞാനിപ്പോൾ ഓൾറെഡി മറ്റേത് സേവ് ചെയ്ത് വെച്ചു, എൻ്റെ അഡ്രസ്സ് മാത്രം ഞാൻ കോപ്പി ചെയ്തു. എന്നിട്ട് ഞാൻ TRX നെക്കി സെൻഡ് നെക്കി. അപ്പോൾ നേരത്തെ $4 ഫീസ് ഇപ്പോൾ എന്തോരം ആവുമെന്ന് കുറയാമെന്ന് നോക്കാം. ഓക്കെ, ഇതിപ്പോൾ ഞാനിപ്പോൾ $1 അയക്കാം. എനിക്ക് എല്ലാം 36 അങ്ങോട്ട് മാറ്റേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ മാറ്റാം, ചില ഏതാനും എടുത്തതല്ലേ. ഇതിപ്പോൾ എനിക്ക് മാറ്റാം, എൻ്റെ ഫൈനാൻസിലേക്കല്ലേ. ഇതെടുത്തു, ഞാൻ നെക്സ്റ്റ് നെക്കി. ഇപ്പോൾ ഫീസ് നോക്കിയേ, വേണ്ട 12 ഉള്ളൂ. നെറ്റ്വർക്ക് ഫീസ് 12 സെൻറ്റ് ഉള്ളൂ. ഓക്കെ, നേരത്തെ ഏകദേശം $4 ഉണ്ടായിരുന്നു, ഇപ്പോൾ $12 സെൻറ്റായി. അതായത് $450 ഏകദേശം $450 ഏകദേശം ഇപ്പോൾ $12. ഇപ്പോൾ ഫീസ് കുറഞ്ഞല്ലോ. അപ്പോൾ അത് കൺഫേം നിൽക്കുന്നു, അതയക്കുന്നു. ഓക്കെ, അതയച്ചു. ഇതിപ്പോൾ പെൻഡിങ്. അപ്പോൾ ഞാൻ കുറച്ചത്തേക്ക് പോസ് ചെയ്യാം. അപ്പോൾ പോസ് ചെയ്യുന്ന സമയത്ത് 6:07 കേട്ടോ. ഞാൻ കുറച്ച് പോസ് ചെയ്യാം. അവിടെ മന്ന വരെ അത് പോസ് ചെയ്യാവേ റെക്കോർഡിങ്. ഇതിലൊന്നുമില്ല കേട്ടോ, ഇതിലാകെ $2 ഉള്ളൂ, 2.32 ഉള്ളൂ. അത് ഞാൻ കാണിക്കാൻ വേണ്ടി ഓൺ ചെയ്തതാണ്. ഡോളർന്ന് വെച്ചാൽ 36 സെൻറ്റേ ഉള്ളൂ. ഓക്കെ, ഇത് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം. അത് നെറ്റ്വർക്ക് ഇതായതുകൊണ്ട് കുറച്ച് ഭയങ്കര സ്ലോ ആയിട്ട് വരും. ഞാൻ ഒന്നുകൂടെ പോസ് ചെയ്യാം. ഓക്കെ, അല്ല വീഡിയോ ലെങ്ത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ സമയമൊന്നുമില്ല. രാവിലെ 5-6 മണിക്ക് വീഡിയോ ആണ്. ഇപ്പോൾ സാധനം വന്നിട്ടുണ്ട്. മേളിൽ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ സാധനം വന്നിട്ടുണ്ട്, കണ്ട. അപ്പോൾ എത്ര 6 സംതിങ് അല്ലേ, ഞാൻ മറന്നുപോയി, ഉറക്കപ്പിച്ചിട്ടാണ്. ഇപ്പോൾ 2 മിനിറ്റ് കൊണ്ട് സാധനം എത്തി. ഓക്കെ, 2 വീഡിയോ കൂടെ ചെയ്യാണ്ട് അപ്പോൾ സക്സസ്ഫുള്ളായി. അപ്പോൾ എൻ്റെ അടുത്ത് $2 എന്നുള്ളത് $2 സംതിങ് അല്ല, എത്ര ഉണ്ടായിരുന്നു, $16 ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോൾ $37 വന്നു, സംഭവം വന്ന് 37 വന്നു. ഇതാണ് ആ ടെക്നിക്ക്. ഇനി ടെക്നിക്കിൻ്റെ പ്രശ്നങ്ങളും ക്യാഷ് പോയവരുടെ അവസ്ഥയും ബുദ്ധിമുട്ടൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ വാലറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഏത് വാലറ്റിലേക്ക് അയച്ചത്, ഞാനത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുണ്ട്. TRX കണ്ട, നമ്മൾ ഈ വാലറ്റിലേക്ക് കണ്ട ഇത് അയച്ചു കൊടുത്തേക്കുണ്ട്. 0.04 പണ്ടണ്ട. ഇപ്പോൾ ഈ $1 അയച്ചെന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാരൻ എനിക്ക് വേണ്ടി സെൻഡ് ചെയ്തപ്പോൾ അവന് ഉപകാരമായിട്ട് ഞാൻ $1 അയച്ചതാണ്. എന്ന് വെച്ചാൽ അവൻ എനിക്ക് വേണ്ടി സെൻഡ് ചെയ്തത്. അപ്പോൾ അവന് 2 ട്രാൻസാക്ഷൻ ഫ്രീ കിട്ടാൻ വേണ്ടി $1 അവൻ അയച്ചു കൊടുത്തത്. അതാണ്. ബാക്കിയെല്ലാം കണ്ട 0.01 ഇതാണ് സംഭവം. അപ്പോൾ നമുക്ക് ഇവിടെ നഷ്ടപ്പെട്ട ഫീസായിട്ട് പോയത് ഒരു $12. 12 സെൻറ്റ് എന്ന് പറഞ്ഞാൽ $12 എന്ന് പറയാം. $12 നഷ്ടപ്പെട്ടു. TRX അത്ര നഷ്ടപ്പെട്ടു. പിന്നെ അയക്കാൻ വേണ്ടി ഒരു $12 ഫീസ് പോയി. 12-24 ഫീസ് പോയുള്ളൂ. മറ്റേത് ഏകദേശം
$4.5 450 പോണതിന് വരെ നമുക്ക് 24 പോയുള്ളൂ. എത്ര ഇരട്ടി ലാഭിക്കാൻ പറ്റി? എത്ര ഇരട്ടി? 24ൻ്റെ 10 ഇരട്ടി 20 ഇരട്ടി അങ്ങോട്ട് ലാഭിക്കാൻ പറ്റില്ലേ? അപ്പോൾ ഇതാണ് ടെക്നിക്ക്. പക്ഷേ ഇതിൻ്റെ നഷ്ടം അതേപോലെ തന്നെ വരും. അറിയാലോ എങ്ങനെയാണ് നമ്മൾ അറിയാണ്ട് അത് അവിടെ ചെയ്യണം മണ്ടത്തരം എങ്ങനെയെന്ന് പറഞ്ഞുതരാം. അവർ ചെയ്യണം മണ്ടത്തരം എന്ന് വെച്ചാൽ ഈ അഡ്രസ്സ് ഞാൻ ഈ സേവ് ചെയ്തേക്കുന്ന വെച്ചാൽ അഡ്രസ്സ് ഇല്ലേ, എന്താണ് സെൻഡ് എന്ന് പറഞ്ഞ സെൻഡ്, ഞാൻ ഈ സേവ് ചെയ്തേക്കുന്ന വെച്ചാൽ അഡ്രസ്സ് ഇല്ലേ, ഈ ഡോണ്ട് സെൻഡ് എന്ന് പറഞ്ഞേക്കണ അഡ്രസ്സ്, ആ അഡ്രസ്സ് എന്ത് ചെയ്യും അവർ വേറെ ഏതെങ്കിലും വാട്സപ്പിൽ സേവ് ചെയ്ത് വെക്കും. അല്ലെങ്കിൽ ഒരു പേര് എഴുതി ഇങ്ങനെ ഡോണ്ട് സെൻഡ് എന്ന് ക്രോസ് മാർക്കറ്റ് തന്നെ സേവ് ചെയ്യണം. നമ്മുടെ കണ്ണിൽ അത് കാണണം. പെട്ടെന്ന് സെൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഇത് കാണണം. അയ്യോ ഇതിലേക്ക് അയക്കാൻ പാടില്ല എന്ന് കാണണം. എന്നിട്ട് ആ ഒരു ഇത് വെച്ച് നമ്മൾ അയക്കണം. നമ്മുടെ കൂട്ടുകാരനൊക്കെ എന്താ ചെയ്തതെന്ന് പറയുമ്പോൾ 0.4 TRX ഈസി വേ അങ്ങനെയൊക്കെ പേര് സേവ് ചെയ്ത് വെച്ച് അങ്ങനെ ചെയ്യുമ്പോഴാണ് അവന് പണി കിട്ടിയത്. മനസ്സിലായി? അപ്പോൾ സേവ് ചെയ്ത് വെക്കുമ്പോഴും ഇങ്ങനെ സേവ് ചെയ്ത് വെക്കണം. അതാണ് ഫസ്റ്റ് ടെക്നിക്ക്. പിന്നെ സേവ് ചെയ്ത് വെക്കാണ്ട് വേറെ എന്ത് ചെയ്യും, വൈഫിൻ്റെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും അഡ്രസ്സിലേക്ക് എപ്പോഴും അഡ്രസ്സ് അയച്ചിട്ടുണ്ടാവും. എന്നിട്ട് അവിടെ നിന്ന് അത് കോപ്പി പേസ്റ്റ് ചെയ്യും. അവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ആദ്യം 40 സെൻറ്റ് അയക്കും. 40 സെൻറ്റ് അയക്കും. 40 സെൻറ്റ് അല്ല 40 TRX അയക്കും. 40 TRX അയച്ച് കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്യും, 40 TRX അയച്ചിട്ട് വീണ്ടും അത് രണ്ടാമത് പോയി അവിടെ കോപ്പി ചെയ്യാൻ മറക്കും. രണ്ടാമത് പോയി കോപ്പി ചെയ്യാൻ മറക്കുന്നതിന് പകരം അല്ലെങ്കിൽ വീണ്ടും ചിലപ്പോൾ അത് തന്നെ അറിയാണ്ട് കോപ്പി ചെയ്ത് രണ്ടാമത് മറക്കണിട്ട് നേരെ കൊണ്ടിട്ട് ഈ അഡ്രസ്സിലേക്ക്, ഈ അഡ്രസ്സ് ഒരിക്കലും നമ്മൾ കോപ്പി ചെയ്യേണ്ട അവസ്ഥ വരരുത്. ഇത് ഒരിക്കലും സേവ് ചെയ്ത് തന്നെ വെക്കണം. അതിങ്ങനെ എക്സിറ്റ് തന്നെ ഡോണ്ട് സെൻഡ് എന്ന് സേവ് ചെയ്ത് വെക്കണം. ഇതൊരിക്കലും കോപ്പി ചെയ്യരുത്. നമുക്ക് കോപ്പി ചെയ്യണത് എപ്പോഴും നമ്മൾ കോപ്പി ചെയ്യണത് നമ്മുടെ അഡ്രസ്സ് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരൻ തന്നെ അഡ്രസ്സ് മാത്രം കോപ്പി ചെയ്യാൻ പാടുള്ളൂ. മറ്റേത് ഒരിക്കലും കോപ്പി ചെയ്യരുത്. ഒരു സേവ് ചെയ്ത് വെക്കണം. അതിങ്ങനെ ക്രോസ് ചെന്ന് ഇട്ട് സേവ് ചെയ്ത് തന്നെ വെക്കണം. ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തെറ്റ് പറ്റാണ്ട് എത്താം. എൻ്റെ കൂട്ടുകാരന് $1,700 പോയി, 1.5 ലക്ഷം. പിന്നെ ഒരുത്തൻ്റെ $750 ഈ അടുത്ത് പോയി. ഓക്കെ, എൻ്റെ കൂട്ടുകാരൻ ഈ ടെക്നിക്ക് ഞങ്ങൾക്ക് പറഞ്ഞു തരാതിരുന്നതാണ്. ഇങ്ങനത്തെ ആൾക്കാർ ക്യാഷ് പോകുന്നു പറഞ്ഞു തരാം. അപ്പോൾ ഒരു ദിവസം അവൻ പറഞ്ഞു തന്നു നമുക്ക് ഈ ടെക്നിക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും അത് യൂസ് ചെയ്ത് തുടങ്ങി. പിന്നെ എന്നിട്ടും എൻ്റെ കൂട്ടുകാരൻ്റെ പോയി. ഓക്കെ, അപ്പോൾ ഇത് വളരെ 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 ശ്രദ്ധിക്കണം. ധൃതി പിടിച്ച് ചെയ്യേണ്ട സമയമല്ല. നമ്മൾ വെബ്20 അയക്കുമ്പോൾ നമുക്ക് വെള്ളം അടിച്ചാൽ പോലും അയക്കാൻ പറ്റും സിമ്പിളായിട്ട്. എന്ന് വെച്ചാൽ അത്ര നമുക്ക് ഈസിയാണ്. ഇതെന്ന് വെച്ചാൽ വളരെ ശ്രദ്ധിച്ച് അയക്കണം, അല്ലെങ്കിൽ സാധനം പോകും. ഓക്കെ, വളരെ ശ്രദ്ധിക്കണം. ഇത് ചെയ്യാൻ പറ്റാത്തവർ, അറിയാൻ പറ്റാത്തവർ ചെയ്യരുത് ദയവേത്. ഞാനിത് ഫീസ് ആൾക്കാർ ലാഭിച്ചോട്ടെന്ന് വെച്ചിട്ടാണ്. പക്ഷേ ഈ ലാഭം 400 ലാഭിക്കാൻ വേണ്ടി 40,000 4 ലക്ഷം പോണ അവസ്ഥ വരരുത്. അതുമാത്രമല്ല, ഇത് വഴി അയക്കുമ്പോൾ നിങ്ങൾ വലിയ എമൗണ്ട് ഒരുമിച്ച് അയക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പറ്റുന്ന എമൗണ്ട് ഇപ്പോൾ 10,000 നഷ്ടപ്പെട്ടാൽ കുഴപ്പമില്ല എന്നുള്ളതിൽ 10,000 10 പ്രാവശ്യം അയച്ചോ. 1 ലക്ഷം ആണെങ്കിൽ 10 പ്രാവശ്യം വെച്ച് അയച്ചോ. ശ്രദ്ധിച്ച് കുത്തി അയച്ചാൽ മതി. ഓവർ കോൺഫിഡൻസ് പാടില്ല. ഇപ്പോൾ 1 ലക്ഷം ചിലപ്പോൾ പോകും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് പാർട്ടായിട്ട് അയക്കുക. ഓക്കെ, ഞാനിപ്പോൾ അയക്കുമ്പോൾ ഞാൻ വളരെ ശ്രദ്ധിച്ച് അയക്കണത് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് എന്താ പറയുക, ചെറിയ ട്രാൻസാക്ഷൻ വരും. അതെ, ഞാൻ ചെറിയ 766 അത്ര ശ്രദ്ധിച്ച് ചെയ്യണത്. 800 ശ്രദ്ധിച്ച് ചെയ്യണം. അതേപോലെ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് ബൈനാൻസിൽ വന്നത് കണ്ടല്ലോ. അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകാരമായും തോന്നുന്നുണ്ടെങ്കിൽ, ഉപകാരവുമാവും വീഡിയോ. ഉപകാരമായെന്ന് തോന്നിയാൽ സ്വന്തമായിട്ട് നോക്കുക, ചെയ്യുക. പിന്നെ ഉപകാരമായത് തോന്നിക്കഴിഞ്ഞാൽ അത്ര ബോധമുള്ളവന്മാർക്ക് ഇത് ഫോർവേഡ് ചെയ്യുക. അല്ലാത്തവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നഷ്ടം വരുള്ളൂ. ശ്രദ്ധിച്ച് ചെയ്യണവർ. അല്ലെങ്കിൽ വണ്ടി ഓടിച്ചിട്ട് ഇത് അയക്കാനോ മറ്റേത് വെള്ളം ഒടിച്ചിട്ട് അയക്കാനോ ഒന്നും പറ്റുന്നില്ല. അത്ര കെയർ ഉള്ളവർക്ക് മാത്രം അയച്ചു കൊടുക്കാം. ഓക്കെ, കെയർലെസ് ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പണി പാളും. ഈ വീഡിയോ ഗുണം ഉണ്ട്, അതിൻ്റെ 100 ഇരട്ടി ദോഷമുണ്ട്. ശ്രദ്ധിച്ചും കണ്ടും മാത്രം ചെയ്യുക. ഓക്കെ.